ഹലോ, ഇന്നൊരു ചെറുപയർ പായസാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. 16-ാം മകക്കല്ലേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ് കേട്ടോ. തേങ്ങ ചിരവി പാലെടുക്കുന്ന താമസം മാത്രം. എങ്ങനെ ഇത് ഉണ്ടാക്കിയതെന്ന് നോക്കിയാലോ? അതിന് ഞാൻ 250 ഗ്രാം ചെറുപയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ചെറുപയർ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ഞാനിതാ ഇവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുളിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം വേണേ ചെറുപയർ കഴുകിയെടുക്കാൻ. അപ്പോൾ അതാ ചെറുപയർ കഴുകിയെടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. 3-ാം പാലിലാണ് ഈ ചെറുപയർ വേവിച്ചെടുക്കുന്നത്. 2 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിന് വേണ്ടി ഞാൻ 3 വലിയ തേങ്ങയാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2-ാം പാലാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പാലിതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. ശർക്കര ഉരുക്കി തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഒരു തരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1-ാം പാലാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. തീ ഓഫാക്കി വേണം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലോട്ട് ചുക്കിൻ്റെ പൊടിയും ചെറുജീരകത്തിൻ്റെ പൊടിയും കൂടി പൊടിച്ചതാട്ടോ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിൽ തേങ്ങാക്കുത്ത് വറുത്തിടേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതാ വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൽ നെയ്യ് വേണ്ടവർക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ അമ്മ നെയ്യ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ എടുത്തത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ അത് മൂത്ത് വരുമ്പോൾ നമുക്ക്